ഹേ ഗൈസ്, നമ്മൾ ഇന്ത്യയിലെ വൺ ഓഫ് ദ ടഫസ്റ്റ് ട്രെക്കിംഗ് സ്പോട്ടായ നാസിക് ഫോർട്ടിലേക്കാണ് പോകുന്നത്. അതായത് ഹരിഹർ ഫോർട്ട്. ഹരിഹർ ഫോർട്ട് പോവാൻ എറണാകുളത്ത് നിന്ന് നിസാമുദ്ദീൻ പോകുന്ന മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ്സിൽ നാസിക് റോഡ് റെയിൽവേ സ്റ്റേഷൻ വരെ പോവാം. അവിടുന്ന് ബസ്സിൽ വേണം പോവാൻ. ട്രെയിൻ ടിക്കറ്റ് നിരക്ക് ജനറൽ ആണെങ്കിൽ ഏകദേശം 400 രൂപയും നിങ്ങൾക്ക് കുറച്ച് കംഫർട്ടായി പോകണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് AC ഏകദേശം 3500 രൂപയുമാണ്. ഞാൻ സെക്കൻഡ് AC ആണ് ബുക്ക് ചെയ്തത്. അങ്ങനെ 28 മണിക്കൂർ നീണ്ട ട്രെയിൻ യാത്രയ്ക്ക് ശേഷം നമ്മൾ നാസിക് റോഡ് റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടോ. ഇവിടെ ചെറുതായിട്ട് മഴയൊക്കെ പാറുന്നുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ പോകണം, ത്രയംബകേശ്വർ പോകണം. അപ്പോൾ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ ബസ് കയറിയിട്ട് വേറൊരു ബസ് സ്റ്റാൻഡ് ഉണ്ട്, അവിടെ പോയിട്ട് വേണം. അവിടെ നിന്നാണ് ഒരു 40 കിലോമീറ്റർ ത്രയംബകേശ്വർക്ക് പോകാം. വേറെ ബസ്സിൽ കയറിയിട്ട് ഷെയർ ടാക്സി കിട്ടുമോ നോക്കാം. ഷെയർ ടാക്സി കിട്ടുവാണെങ്കിൽ ഷെയർ ടാക്സി എടുത്തിട്ട് പോവാം. നമുക്ക് നോക്കാം, നമ്മൾ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ അധികം പോയി നോക്കാം. ഏകദേശം നമ്മളൊരു ബസ്സിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നിറയെ ഇവിടെ ഷെയർ ടാക്സികളുണ്ട്. അവർ വന്നിട്ട് ബസ് പോകാൻ 3 മണിക്കൂറാവും, കറങ്ങിയിട്ട് പോകുള്ളൂ, അല്ലെങ്കിൽ ഷെയർ ടാക്സിയിൽ കൊണ്ടുപോയി 1 മണിക്കൂറിനുള്ളിൽ കൊണ്ടുപോയി വിടാമെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഞങ്ങളൊരു ബസ്സിൽ കയറി. ഞാൻ അവിടെ താഴെ ചോദിച്ചപ്പോൾ ത്രയംബകേശ്വരിക്കുള്ള ബസ്സാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പോൾ ആ ഒരു ബസ്സിൽ കയറി ഇരിക്കുന്നുണ്ട്. നാസിക് റോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ത്രയംബകേശ്വർക്ക് 1 മണിക്കൂർ ബസ് യാത്രയുണ്ട്. ബസ് ടിക്കറ്റ് നിരക്ക് 72 രൂപയാണ്. ഏകദേശം നമ്മൾ ത്രയംബകേശ്വർ എത്തിയിട്ടോ. ബസ്സിൽ നിന്ന് ഇറങ്ങുന്നത് തന്നെ വലിയൊരു യുദ്ധമായിരുന്നു. ഇറങ്ങുന്നതിന് മുമ്പ് ആൾക്കാരെ കൂടി ചാടിക്കയറി. ഇപ്പോൾ നമ്മൾ റൂം അന്വേഷിച്ച് നടക്കുകയാണ് ത്രയംബകേശ്വർ. ഇവിടെ റൂമൊന്നും കാണുന്നില്ല. ആദ്യം ഒരു റൂം തപ്പി കണ്ടുപിടിക്കണം. എന്നിട്ടൊന്ന് കുളിച്ചൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇവിടെ അങ്ങനെ ഫ്രണ്ടിലൊരു വഴി കണ്ടപ്പോൾ അതിൽ കൂടെ അങ്ങനെ ചുമ്മാ നടന്നുകൊണ്ടിരിക്കുക. അവിടെ പോണ വഴിക്ക് ഏതെങ്കിലും ഹോട്ടലോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ റൂം വരെ അന്വേഷിച്ച് ഇവിടെ ഇരിക്കുക. ഇവിടെ നിന്ന് നമുക്ക് ഓട്ടോ കിട്ടും. ഹരിഹർ ഫോർട്ടിക്ക് ഒരു 14-15 കിലോമീറ്റർ പോകണം. അത് നമുക്ക് നാളെ രാവിലെ എണീച്ച് പോവാം നേരത്തെ. ഹേ ഗൈസ്, അങ്ങനെ കുറേ തപ്പി നമ്മൾ ഇവിടെയുള്ള ഓട്ടോക്കാരെടുത്ത് യുദ്ധമൊക്കെ ചെയ്തിട്ട് ഒരു റൂം സെറ്റായിട്ട് കേട്ടോ. ഇവിടെ അങ്ങനെ അറിയാം, ഇവിടെ നമുക്ക് സിംഗിൾ റൂം എവിടെയും കിട്ടില്ല, ഡബിൾ റൂമാണ് ഫുള്ള്. കാരണം അവിടെ ഒന്നാമത് ഈ അമ്പലം ഉള്ളതുകൊണ്ട് ഇവിടെ ഫുള്ള് ഫാമിലി ആയിട്ട് വരുന്നതുകൊണ്ട് ഇവിടെ സിംഗിൾ റൂം ഭയങ്കര കുറവാണ്, ഡബിൾ റൂമേ ഉള്ളൂ. ഇതപ്പോൾ ഇതാണിപ്പോൾ നമ്മുടെ റൂം എടുത്തിരിക്കുന്ന റൂം കേട്ടോ. 1200 രൂപ കേട്ടോ ഒരു നൈറ്റിന്. ഞാനങ്ങനെ 2 നൈറ്റ് ഉണ്ടാവും, 2 ഇല്ലെങ്കിൽ 3 നൈറ്റിന് അവിടെ ഉണ്ടാവും. എനിക്ക് റിട്ടേൺ ടിക്കറ്റ് അപ്പോഴാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമുള്ളത്, ഞാൻ പാക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ട്രൗസർ എടുക്കാൻ മറന്നു. ഇനിയിപ്പോൾ താഴെ പോയിട്ട് എവിടെയെങ്കിലും പോയി ഒരു ട്രൗസർ മേടിക്കണം. ട്രൗസർ ടീഷർട്ടൊക്കെ മേടിച്ചിട്ട് ഇരിക്കണം. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ സെക്കൻഡ് ഡേ ആണ്. നമ്മളിപ്പോൾ നമ്മുടെ റൂമിൽ നിന്ന് ത്രയംബകേശ്വർ ടൗണിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. ഇവിടുന്ന് ഒരു ഓട്ടോ എടുത്തിട്ട് വേണം നമ്മൾ ഹരിഹർ ഫോർട്ട് പോകാൻ. ഇപ്പോൾ ഇവിടുന്ന് ഒരു 200 മീറ്ററേ ഉള്ളൂ ടൗണിലേക്ക് കേട്ടോ, സെൻറ്ററിലേക്ക്, ടൗണിൻ്റെ സെൻറ്ററിലേക്ക്. ഇവിടുന്ന് ഒരു ഓട്ടോ എടുത്തിട്ട് നമുക്ക് ഹരിഹർ ഫോർട്ട് പോകും. കുറച്ച് നേരത്തെ പോകണമെന്നാണ് പറഞ്ഞു. ഞാൻ കുറച്ച് ഉറങ്ങി, എനിക്ക് കുറച്ച് ലേറ്റായി. ത്രയംബകേശ്വറിൽ നിന്നും ഹർഷേവാടി വില്ലേജിലേക്ക് ഓട്ടോ നിരക്ക് 500 രൂപയാണ്. ഹർഷേവാടിയിൽ നിന്നാണ് 4 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഹരിഹർ ഫോർട്ട് ട്രെക്കിംഗ് ആരംഭിക്കുന്നത്. ഏകദേശം നമ്മളിപ്പോൾ ഹർഷേവാടി വില്ലേജിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മേലെ ഹരിഹർ ഫോർട്ട് കാണാം, ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, അതിൻ്റെ മേലെയാണ് ഗൈസ് ഹരിഹർ ഫോർട്ട്. അവിടെ ആൾക്കാർ മലയുടെ മേലെ കൂടെ ചെറുതായിട്ട് നടക്കുന്നതൊക്കെ കാണുന്നുണ്ട്. ഇവിടെ റേഞ്ചൊന്നുമില്ല, മുകളിൽ റേഞ്ച് ഉണ്ട്, പക്ഷെ ഇവിടെ റേഞ്ചില്ല. അപ്പോൾ നമ്മളെ ഡ്രോപ്പ് ചെയ്ത ഓട്ടോക്കാരൻ പറഞ്ഞു മുകളിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ വിളിച്ചാൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വരാമെന്ന് വേണ്ടി പറഞ്ഞു. അതായത് ത്രയംബകേശ്വറിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരാമെന്ന് വേണ്ടി പറഞ്ഞു. ഇവിടെ ചെറിയ ചെറിയ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വെള്ളം എന്തൊക്കെ വേണമെങ്കിലും ഇവിടെ നിന്ന് മേടിക്കാം. ട്രെക്കിംഗ് എന്ന് പറഞ്ഞാൽ താഴെ കുറച്ച് കുത്തനെ കയറ്റം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കയറി എല്ലാവരും രാവിലെ നേരത്തെയാണ് പോവുക. നമ്മൾ കുറച്ച് വൈകിട്ട് ഇറങ്ങി. ഞാൻ ഫുള്ള് വേർത്ത് ഗൈസ്. ഇനി മുകളിലേക്ക് കയറണം, അതാണ് ടാസ്ക്.
എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ഒരു 2 കിലോമീറ്റർ നടന്നിട്ടുണ്ടാകുന്ന തോന്നുന്നത്. ട്രക്കിങ്ങിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് പേരെ പരിചയപ്പെട്ടു. നാസിക്കിൽ തന്നെയുള്ള കുറച്ച് പേർ. അങ്ങനെ ഞാനും അവരോടൊപ്പം കൂടി. Imagine when you will upload the video, just crop this guy. Otherwise, you will lose your subscriber. Which we get only in Maharashtra during the season, and this is called Sambul, and it's very tasty. And you can see the color of it. It's like black grapes. It's not like black grapes, and it's very good. It's like 20 rupees, and it's good, and it will keep you hydrated during trek. Guys, now we are sharing our meal, and it contains around 2000 calories. It contains butter cheese and stuff like that. And guys, you can see there the sunset and the fog. You can enjoy the view, and it's mesmerizing. ആ ടോപ്പിലേക്ക് കേട്ടോ ഇപ്പോൾ ഇത് മുകളിലേക്ക്. ഏകദേശം നമുക്കിവിടെ 100 നടക്കാൻ പറ്റില്ല, ഹൈറ്റ് കുറവാണ്. അതുകൊണ്ട് ഇങ്ങനെ നടക്കാൻ പറ്റുള്ളൂ കേട്ടോ. അവിടെ നിന്ന് വ്യൂ ഉണ്ടല്ലേ. ഇതൊക്കെ വ്യൂ. ഏകദേശം 45% ടോപ്പിലെത്തി. Ronaldo! Messi! Ronaldo! Bro, take my number, send this to me. Sure. അത് നമ്മൾ 40 ഒരു ഭാഗം നമ്മൾ तमिल में होता ഏകദേശം ഇതിന് മുകളിലായിട്ട് അവിടെ ഇരുന്നിട്ടൊരു അമ്പലമൊക്കെ ഉണ്ട് ഹനുമാൻ സ്വാമിയുടെ. हनुमान चालीसा पढ़नी है बोलो. जय हनुमान ज्ञान गुण सागर जय कपीश तिमिर लोक उजागर राम दूत अतुलित. ഈ കോട്ടൻ്റെ മുകളിലുള്ള ഒരേ ഒരു ബിൽഡിംഗ് ആണ് ഇപ്പോൾ. അത് ബാക്കിയെല്ലാം പൊളിച്ച് ഇനി നമ്മൾ പോകാൻ പോകുന്നത് ആ ടോപ്പിലോട്ട് കേട്ടോ. ആ ഒരു ഫ്ലാഗ് വെച്ചിരിക്കുന്ന ആ ടോപ്പിലോട്ട് പോകാൻ പോവാണ്. പോകുന്നു സെറ്റല്ലേ. And guys, you can see that how to climb. I will teach you. I also don't know, but I will teach you. As you can see, first you have to keep your hand here. Then you should have shoes which have grip. Then you can take the help of any holding material. Bye. रुक जा. ഏകദേശം നമ്മൾ ആ മേലെയുള്ള ഫ്ലാഗിൻ്റെ അടുക്ക് പോകണം കേട്ടോ. അവിടെ നിന്നുള്ള വ്യൂ ഉണ്ടല്ലേ. നമുക്ക് ഫുൾ ടോപ്പിലാണ് കിട്ടുന്നത്. ഫുൾ ഫോട്ടോഗ്രാഫിൻ്റെ വ്യൂ കണ്ടില്ലേ. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇങ്ങനെ ഫ്ലാഗ് വെച്ച് ഫോട്ടോസൊക്കെ ഉണ്ട് കേട്ടോ. സെറ്റ് വ്യൂ ആണ്. Can you guys say the name? Bro, and your name? Bro. Say me your name. Okay. Bro, your name? My name is Advocate Sanket Aire. Well, I'm Tejas Nagre. Yeah. And this is Rahul Shivdev from Nasik.
Yeah. So I'm basically I'm a lawyer and professionally a footballer, and he's Nice. a tracker, professional tracker. Guys, he is professional. Guys, he is professional footballer. He is playing at Buchedi ground. And he Guys, I have played. playing at school I'll level. tell you later. I'm high. I'm high. Guys, അവർക്ക് ഭയങ്കര സ്റ്റാമിന ഉണ്ട്. ഗുഡ് സ്റ്റാമിന ഉണ്ടാവും. Oh, Tarif. Yes, that's it for the today's video. അടുത്ത വീഡിയോ നമുക്ക് ഉടനെ കാണാം. ശരിക്കും ബൈ. ഞാൻ ഈ നാസിക് റൂട്ടിൻ്റെ ജസ്റ്റ് ഒരു സിനിമാറ്റിക് ടൈപ്പ് വീഡിയോ വരണം. ഞാൻ എന്തായാലും നമ്മുടെ ഈ പ്ലേലിസ്റ്റിൽ തന്നെ ആഡ് ചെയ്യാം കേട്ടോ. സോ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. ഞാൻ ലൈവായിട്ടുള്ള സ്റ്റോറി അപ്ഡേറ്റ്സ് കാര്യങ്ങൾ ഫുള്ളും ഇൻസ്റ്റാഗ്രാമിലാണ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഫോളോ ചെയ്യുക. ഓക്കെ ദെൻ ബൈ. നൈറ്റ് സേഫ്.